പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. സുധാകരന്റെ കുടുംബത്തോടുള്ള പകയാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരായ ശക്തമായ ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളക്കരയെ വിറപ്പിച്ച പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം നടന്ന് 58-ാം ദിവസമാണ് അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ കേസിലെ ഏക പ്രതിയായ ചെന്താമരയ്ക്ക് സുധാകരന്റെ കുടുംബത്തോടുള്ള പകമൂലമാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ ഉൾപ്പെടെ 133 സാക്ഷികളുള്ള കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെ ഗൂഗിൾ ടൈം ലൈനും അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ വേളയിൽ സാക്ഷികൾ പലരും കൂറുമാറിയെങ്കിലും പ്രതിക്കെതിരായ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ കോടതിയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ. എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് കുറ്റപത്രം കൊടുത്തത്. പിന്നെ കിട്ടാനുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം നേരത്തെ തന്നു. ലാബുകാർ പെട്ടെന്ന് അതെല്ലാം ഞങ്ങൾക്ക് തന്നു. സാക്ഷികൾ നമുക്ക് നല്ല സാക്ഷികളെ ദൃക്സാക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് സുധാകരന്റെയും സജിതയുടെയും മക്കളുടെ ആവശ്യം. എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ കൊടുക്കണം. ഇനി അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവൻ എന്തായാലും പോവുകയുള്ളൂ. ഞങ്ങളുടെ താങ്ങും തണലും ഇല്ലാതാക്കി അയാളെ വെറുതെ വിടരുത്, തൂക്കുകയർ തന്നെ കൊടുക്കണം. വിചാരണ വേഗത്തിലാക്കാൻ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യവും അന്വേഷണ സംഘം ഉടൻ കോടതിയെ അറിയിക്കും. റിപ്പോർട്ടർ, പാലക്കാട്.